സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. അധികം താമസിയാതെ ഇറാൻ ഒരിക്കൽ കൂടി ഇസ്രായേലിനെ ആക്രമിച്ചേക്കും എന്ന ഒരു വാർത്ത ന്യൂയോർക്ക് ടൈംസ് ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ട്. 2000-ലധികം മിസൈലുകൾ ഒന്നിച്ച് പ്രയോഗിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനാവുമെന്നാണ് ഇറാൻ്റെ സ്വപ്നം എന്നാണ് ഈ ലേഖനം സൂചിപ്പിക്കുന്നത്. ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ആക്രമണത്തിന് ശേഷം അവശേഷിച്ച മിസൈൽ ഫാക്ടറികൾ ഏതാണ്ട് എല്ലാം തന്നെ 24/7 ഇടതടവില്ലാതെ പ്രവർത്തിച്ച് മിസൈലുകൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും അങ്ങനെ 2000-ലധികം മിസൈലുകളുടെ ഒരു ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ അത് മുഴുവനും കൂടി ഒന്നിച്ച് ഇസ്രായേലിലേക്ക് അയച്ച് ഇസ്രായേലിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ഇസ്രായേലിൽ വീഴിക്കാൻ സാധിക്കും എന്നുമുള്ളൊരു സ്വപ്നമാണ് ഇറാൻ കൊണ്ട് നടക്കുന്നത്. വാസ്തവത്തിൽ ഇത് ഖമനേയിയുടെ ഒരു ലാസ്റ്റ് വിഷ് എന്നതുപോലെ വരുന്ന ഒരു സംഗതിയാണ് എന്ന് പറയപ്പെടുന്നു. ഖമനേയി നമുക്കറിയാവുന്നതുപോലെ 90 വയസ്സ് കടന്ന മനുഷ്യനാണ്. പല വിധത്തിലുള്ള അസുഖങ്ങളുണ്ട്. എപ്പോഴും മാളത്തിൽ ജീവിക്കുന്ന ആളാണ്. സൂര്യപ്രകാശം തട്ടാത്തതിൻ്റെതായ എല്ലാ പ്രയാസങ്ങളും അയാൾക്കുണ്ട്. അപ്പം അദ്ദേഹം മരണത്തെ അഭിമുഖീകരിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ മരിക്കുന്നതിന് മുൻപ് ഇസ്രായേലിൻ്റെ അന്ത്യം കാണണമെന്ന അദ്ദേഹത്തിൻ്റെ ഒടുങ്ങാത്ത ആഗ്രഹം, ആ ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഇത്തരമൊരു ശ്രമത്തിന് ഇറാൻ മുതിരുന്നതെന്നും സൂചനകളുണ്ട്. നമുക്കറിയാവുന്നതുപോലെ 1979 ഇസ്ലാമിക വിപ്ലവത്തോടെ ഇറാനിൽ അധികാരമേറ്റെടുത്ത ഭരണകൂടം, ഇസ്ലാമിക ഭരണകൂടം, അതിന് പ്രഖ്യാപിത ലക്ഷ്യങ്ങളായി അവർ പറഞ്ഞിരുന്നത് ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു ഓൾ ജൂസ്. അമേരിക്കയെ തീർക്കും, ഇസ്രായേലിനെ തീർക്കും, മുഴുവൻ ജ്യൂസിനെയും ഭൂമുഖത്ത് തുടച്ചു മാറ്റും. സാധാരണ ഭരണകൂടങ്ങളൊക്കെ അധികാരമേൽക്കുമ്പോൾ ആ രാജ്യത്തിലെ ജനങ്ങളുടെ ഉന്നതിയെക്കുറിച്ചാണ് സംസാരിക്കുക. അല്ലെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങൾക്ക് നന്മ വരുത്തണം എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം, ആ രാജ്യത്തിന് പുരോഗതി ഉണ്ടാക്കണം എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം, ആ രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും നല്ല രാജ്യമാക്കി മാറ്റണം എന്നതാണ് തങ്ങളുടെ ലക്ഷ്യം എന്നാണ് സാധാരണ ഏതൊരു ഭരണകൂടവും പ്രഖ്യാപിക്കുക. പക്ഷേ ഇവിടെ അധികാരമേറ്റെടുത്ത ഭരണകൂടത്തിന് അങ്ങനത്തെ ലക്ഷ്യങ്ങളേ ഉണ്ടായിരുന്നില്ല. അവരുടെ ലക്ഷ്യങ്ങൾ ഇസ്രായേലിനെയും അമേരിക്കയെയും തകർത്ത് ഇല്ലാതാക്കുകയും ജ്യൂസിനെ മുഴുവൻ ഭൂമുഖത്തും തുടച്ചു നീക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം. 1979 മുതൽ 2025 വരെയുള്ള കാലഘട്ടമാവുന്നു അവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും തന്നെ അവർക്ക് നേടാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അമേരിക്കയും ഇസ്രായേലുമൊക്കെ അന്നത്തേനേക്കാൾ എത്രയോ അധികം വളർന്നു പോവുകയും ജൂതരുടെ ജനസംഖ്യയിൽ കാര്യമായ വർധന ഉണ്ടാവുകയും ചെയ്തു. നേരെ മറിച്ച് ഇസ്ലാമിസ്റ്റുകളുടെ അല്ലെങ്കിൽ തീവ്രവാദികളായ ഇസ്ലാമിസ്റ്റുകളുടെ കാര്യമായ എണ്ണത്തിൽ കുറവ് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലത്തെ സംവിധാനങ്ങൾ വന്നതോടെ മനുഷ്യരുടെ തലയ്ക്ക് വെളിവ് വെക്കുകയും ഇസ്ലാമിക റിലിജിയൻ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാവുകയും അതിനകത്ത് ശരിതെറ്റുകളെക്കുറിച്ച് യുക്തിഭദ്രമായ ഡിസ്കഷൻസ് സംഭവിക്കുകയും അങ്ങനെ അതിനകത്തെ പൊള്ളത്തരങ്ങൾ പുറത്തു വരികയും ചെയ്തതോടെ നിരവധിയായ ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഇറാനിൽ തന്നെ ക്രിസ്തു മതം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്നു. 1 കോടിയിലധികം 10 മില്യണിലധികം ക്രിസ്ത്യാനികൾ ഇന്ന് ഇറാനിലുണ്ട് എന്നാണ് വെപ്പ്. 9.1 കോടിയാണ്, 91 മില്യണാണ് ഇറാനിലെ ജനസംഖ്യ. അതിൽ ഏകദേശം 10 മില്യണിലധികം ആളുകൾ ക്രിസ്തുമതം സ്വീകരിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. വളരെ ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ ക്രിസ്തുമതം വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമായി ഇറാൻ മാറിയെന്നും പറയും. അപ്പം നിരാശയിൽ നിന്നും നിരാശയിലേക്ക് വീണുപോയ ഖമനേയി അദ്ദേഹം ഇനി ഒരു അവസാന ശ്രമം നൽകി തൻ്റെ മരണത്തിന് മുൻപ് ഇസ്രായേലിനെ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ ഒരവസരം കിട്ടുമോ എന്നൊരു ശ്രമം നടത്തി നോക്കാനാണ് സാധ്യത എന്നാണ് പറയപ്പെടുന്നത്. ഇറാൻ വലിയ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവന്ന ഹെസ്ബുള്ള എന്ന് പറയുന്ന ഒരു സംവിധാനം, അത് ഇറാഖിലുണ്ടായിരുന്നു, സിറിയയിലുണ്ടായിരുന്നു, ലെബനോണിലുണ്ടായിരുന്നു. ലെബനോണായിരുന്നു അതിൻ്റെ ശക്തി കേന്ദ്രമായി. അതായത് ഇറാഖിലൂടെ വളർത്തിക്കൊണ്ടുവന്ന് സിറിയയിൽ കയറ്റി ലെബനോണിൽ കൊണ്ടുവന്നിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുക. ഇസ്രായേലിൻ്റെ അതിർത്തി ലെബനോണും ഇസ്രായേലിനും കൂടി കോമൺ ബോർഡറുണ്ട്. അപ്പം ഈ ഇറാനിലൂടെ വളർത്തിക്കൊണ്ടുവന്ന് ഇസ്രായേലിൽ പടർത്തിയെടുത്ത് ഇസ്രായേലിനും സിറിയയ്ക്കും ഇസ്രായേലിൻ്റെ അതിർത്തിയുണ്ട്, ലെബനോണും ഇസ്രായേലിനുമായിട്ട് അതിർത്തിയുണ്ട്. അപ്പം ഈ 2 രാജ്യങ്ങൾ ലെബനോണും സിറിയയും ഹെസ്ബുള്ളയുടെ നിയന്ത്രണത്തിൽ നിർത്തിക്കൊണ്ട് അവിടെ നിന്നുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിച്ചില്ലാതാക്കാം എന്നുള്ളതായിരുന്നു ഇറാന്റെ പ്രമുഖ പദ്ധതികളൊന്ന്. വേറൊന്ന്, ഹമാസിനെ വളർത്തിയെടുത്ത് ഇസ്രായേലിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ, ഇസ്രായേലിൻ്റെ
ഉള്ളിലൊരു ക്യാൻസർ പോലെ അതിനെ വളർത്തിയെടുത്ത് ഇസ്രായേലിനെ അവിടെ നിന്നും ആക്രമിക്കാം എന്നുള്ളൊരു സ്വപ്നവും അവിടെ ഉണ്ടായിരുന്നു. അടുത്തതായി ഹൂത്തികളെ വെച്ചുകൊണ്ട് സിറിയയിൽ നിന്ന് ഇസ്രായേലിനെ ലോങ് ഡിസ്റ്റൻസിൽ ആക്രമിക്കാമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അപ്പം ഇറാന്റെ സാറ്റലൈറ്റുകളായി നിന്നുകൊണ്ട് സിറിയയിൽ നിന്നും ലെബനോണിൽ നിന്നും നേരിട്ടും ഹമാസിനെ ഉപയോഗിച്ച ഉള്ളിൽ നിന്നും ആക്രമിക്കുകയും ഒരു സപ്പോർട്ടീവ് ഫോഴ്സായി ഹൂത്തികളെ ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ട് ഇസ്രായേലിനെ ഇല്ലാതാക്കാം എന്നുള്ള വളരെ വമ്പിച്ച ഒരു സ്വപ്നമായിരുന്നു വാസ്തവത്തിൽ ഖമനയെ വളർത്തിക്കൊണ്ടുവന്നതും അതിനായി ഇറാനിന്റെ സർവ്വ റിസോഴ്സുകളും അവർ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഹമാസിനെ ഉപയോഗിച്ച് ആദ്യം നടത്തിയ ടെസ്റ്റ് ഡോസ് അമ്പേ പരാജയപ്പെട്ടു. ഹമാസിനെ തിരിച്ചടിയിലൂടെ ഒതുക്കിയ ഇസ്രായേൽ ലെബനോണിൽ കയറി ഹിസ്ബുള്ളയെ അടിച്ച് അതിന് നടുവൊടിക്കുക മാത്രമല്ല ചെയ്തത്, സിറിയയിലെമ്പാടും പരന്ന് ബോംബിംഗ് നടത്തി സിറിയയിലെ അസാദ് ഭരണകൂടത്തെ, ഇറാന്റെ പപ്പറ്റ് ഭരണകൂടമായിരുന്ന അസാദ് ഭരണകൂടത്തെ വീഴ്ത്തുകയും സിറിയയിലെ ഭരണം മാറി അൽ ജുലാനി അവിടെ ഭരണമേറ്റെടുക്കുകയും ചെയ്തു. അഹമ്മദ് അൽ ഷാറ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അതിന് വിളിപ്പേര് അൽ ജുലാനി എന്നാണ്. അപ്പൊ ആ ഒരു ഫോഴ്സിലും വാസ്തവത്തിൽ ഇറാനോട് ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം അൽ ജുലാനി ഒരു പഴയ അൽ ഖ്വയ്ദക്കാരനാണ്. അപ്പം വീണ്ടും ഇവനെ നമ്മളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരാമെന്നൊരു സ്വപ്നം അവർക്കുണ്ടായിരുന്നു. അതുകൂടാതെ ഇറാഖിലെ ഒരു വളർത്തിക്കൊണ്ടുവന്ന ഹിസ്ബുള്ളയുടെ ഒരു ബ്രാഞ്ച് ഉണ്ട്, കൂടാതെ ISISന്റെ ബ്രാഞ്ച് ഉണ്ട്. ഇതൊക്കെ അവരിപ്പോഴും പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നതാണ്. പക്ഷേ പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ല. ഇസ്രായേൽ ഇവയെല്ലാം അടിച്ച് നടുവൊടിച്ച് ശരിയാക്കിയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഈ 200 മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു സ്വപ്നം ഖമനയി അവസാനമായി വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അതിനിടയിലൂടെ അവരുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഒരു ന്യൂക്ലിയർ ബോംബ് ഇസ്രായേലിന്റെ തലയ്ക്ക് കൊണ്ടിടുക എന്നുള്ളത്. അപ്പൊ ആ ന്യൂക്ലിയർ ബോംബിലേക്കുള്ള അവരുടെ യാത്രയ്ക്ക് വലിയ വിഘാതമായി ആ 12 ഡേ വാറില് അവരുടെ പ്രധാനപ്പെട്ട ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ബോംബ് ചെയ്ത് തകർത്ത് കളഞ്ഞതോടെ അവരുടെ ന്യൂക്ലിയർ പദ്ധതി പിന്നോട്ടടിക്കപ്പെട്ടു. ഇറാൻ അവകാശപ്പെടുന്നത് അവരുടെ ന്യൂക്ലിയർ ഫ്യൂവൽസ് മണ്ണിനടിയിൽ കുഴിച്ചു മൂടപ്പെട്ടു പോയി, ഞങ്ങളത് റിക്കവർ ചെയ്യുമെന്നാണ്. പക്ഷെ ഇസ്രായേൽ അത് പൂർണ്ണമായിട്ടും മുഖവിലേക്ക് എടുത്തിട്ടില്ല. അവരുടെ ന്യൂക്ലിയർ ഫ്യൂവൽ അവരെവിടേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത്. ഇസ്രായേൽ വളരെ കരുതലോടെയാണ് ഈ വിഷയങ്ങൾ മൂവ് ചെയ്യുന്നത് എന്നുള്ളത് 100% ഉറപ്പാണ്. ഒരു ന്യൂക്ലിയർ വെപ്പൺ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം തൽക്കാലം ഇറാനിലില്ല. പക്ഷെ അവർ ഏത് നിമിഷവും അത്തരം ഒരെണ്ണത്തിലേക്ക് എത്തിയേക്കാം. പക്ഷെ അതുവരെ ഖമനയി ജീവിച്ചിരിക്കാനുള്ള സാധ്യതയില്ല എന്നതുകൊണ്ടാണ് ഉടനെ ഒരു ആക്രമണത്തെക്കുറിച്ച് ഇവർ പ്ലാൻ ചെയ്യുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പൊ ഈ 2000 മിസൈലുകൾ ഒന്നിച്ചിങ്ങോട്ട് വന്നാൽ ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളായ അയൺ ഡോമിനെയും താഡിനെയും മറികടക്കാനാവും എന്നാണ് ഇറാന്റെ കണക്കുകൂട്ടലുള്ളത്. അപ്പൊ നമുക്ക് ഇതിനെ സംബന്ധിച്ച് കൃത്യമായ കാൽക്കുലേഷൻസ് ഒന്നുമില്ല. കാരണം ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും, അവർ അയൺ ഡോം എത്രത്തോളം കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്, താഡ് സിസ്റ്റങ്ങൾ എത്രത്തോളം അവരുടെ കയ്യിലുണ്ട്, അതിന് എത്ര മിസൈലുകളെയാണ് പ്രതിരോധിക്കാൻ സാധിക്കുക, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്കൊന്നും യാതൊരു വിവരവും ഇല്ല. പക്ഷേ ഇറാന്റെ ഈ സംവിധാനങ്ങളെക്കുറിച്ച് ഇസ്രായേലിന് കൃത്യമായ കാൽക്കുലേഷൻസ് ഉണ്ട്. അവർ ഒന്നിച്ച് എത്ര മിസൈലുകൾ അയക്കാൻ സാധ്യതയുണ്ട് എന്നതിനെ സംബന്ധിച്ച് കാൽക്കുലേഷൻസ് ഉണ്ട്. നിശ്ചയമായും ഇസ്രായേൽ ഇതിനെ ഒരുങ്ങി തന്നെയാണ് ഇരിക്കുന്നത്. ഒരുപക്ഷെ ഇന്നാൾ ചെയ്തതുപോലെ ഒരു സർപ്രൈസ് അറ്റാക്കുമായി ഇസ്രായേൽ പ്രത്യക്ഷപ്പെട്ട് കൂടായികയുമില്ല. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാന്റെ ഈ എല്ലാ കൈകളും ഇസ്രായേൽ തല്ലിയൊടിച്ചു എന്നുള്ളതാണ്. ഹിസ്ബുള്ളയെ തല്ലിയൊടിച്ചു, ഹമാസിനെ തല്ലിയൊടിച്ചു, ഹൂത്തികളുടെ പത്തി അടിച്ചൊടിച്ചു, സിറിയയിലെ ഭരണം മാറി. ഇപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ സിറിയ എന്ന് പറയുന്ന രാജ്യം, അത് ഇറാൻ അതിന്റെ ഇഷ്ടം പോലെ കൈകാര്യം ചെയ്ത് കൊണ്ടുവന്നിരുന്നതാണ്. ലെബനോണിൽ ഹിസ്ബുള്ളയെ ഉപയോഗിച്ച് തോക്കുമുനയിൽ നിർത്തിയുള്ളൊരു ഭരണമായിരുന്നു നടത്തിയിരുന്നത്. ലെബനോണിലെ ഭരണകൂടത്തിന് വാസ്തവത്തിൽ ഇറാനോട് താല്പര്യമുണ്ടായിരുന്നില്ല. ഹിസ്ബുള്ള എന്നുള്ളൊരു ഭീകര സംഘടനയുടെ ബലത്തിൽ മസിൽ പവറിന്റെ കീഴിൽ ആ ഭരണകൂടത്തെ കൊണ്ടുവരികയും അങ്ങനെ തോക്കിൻ മുനയിൽ നിർത്തിക്കൊണ്ട് ലെബനോൺ ഭരണകൂടത്തെ ഇസ്രായേലിനെതിരെയുള്ള അവരുടെ ഒരു ബാറ്റിൽ ഫീൽഡായി, ഹെസ്ബുള്ളയുടെ ഒരു ബാറ്റിൽ ഫീൽഡായി ലെബനോണെ ഉപയോഗിക്കാൻ തക്ക തരത്തിൽ അവർ കൊണ്ട് നിർത്തുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നേരെ മറിച്ച് സിറിയ അങ്ങനെ ആയിരുന്നില്ല. സിറിയ അസാദിന്റെ ഭരണത്തിന് കീഴിൽ സിറിയ ഇറാന്റെ ഒരു പപ്പറ്റായിരുന്നു. ഇറാൻ എങ്ങനെ കളിപ്പിക്കുന്നു അതുപോലെ കളിക്കുന്ന ഒരു രാജ്യമായിരുന്നു. ആ രാജ്യം ഇറാന്റെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളതാണ് ഇറാനെ പറ്റിയ ഏറ്റവും വലിയ അപകടം. കാരണം ആ രാജ്യത്തുകൂടിയായിരുന്നു ആയുധത്തിന്റെ ഒഴുക്കുകളെല്ലാം സംഭവിക്കേണ്ടിയിരുന്നത്. ആ രാജ്യം കയ്യിൽ നിന്ന് പോയതോടെ ആയുധത്തിന്റെയും പണത്തിന്റെയും ഒഴുക്ക് ഈ ലെബനോണിലേക്കോ അല്ലെങ്കിൽ മറ്റ് ഭീകര ബ്രാഞ്ചുകളിലേക്കോ എത്തിക്കാനുള്ള അവരുടെ ആ നെറ്റ്വർക്ക് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോഴവിടെ ഭരണത്തിലുള്ളത് അഹമ്മദ് അൽ ഷാറയാണ്. അദ്ദേഹം ഇപ്പം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുണ്ട്. ട്രംപിന്റെ കൊട്ടാരത്തിലാണ് പുള്ളി കുറച്ച് ദിവസമായിട്ട് താമസിക്കുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം അമേരിക്കൻ പക്ഷത്ത് ചേരാൻ വേണ്ടി അങ്ങേയറ്റം ഈഗറാണ്.
ആദ്യമൊക്കെ ഇസ്രായേൽ വളരെ സംശയത്തോടെയാണ് ഇദ്ദേഹത്തെ വീക്ഷിച്ചിരുന്നത്. കാരണം ഇദ്ദേഹം ഒരു പഴയ അൽ ഖ്വയ്ദക്കാരനാണ്. അപ്പം അദ്ദേഹം പറയുന്നത് താൻ അൽ ഖ്വയ്ദയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് തനിക്ക് 18 വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂ. അന്ന് തനിക്ക് തലച്ചോറിന് വിവരമുണ്ടായിരുന്നില്ല. വിവരം കെട്ട ഇസ്ലാം തന്നെ തലയ്ക്ക് പിടിച്ച് അങ്ങനെ താൻ ഒരു ഭീകരവാദിയായി പോയതാണ്. ഇപ്പോൾ തന്നെ തനിക്ക് വെളിച്ചം വന്നിട്ടുണ്ട്. അതുകൊണ്ട് താൻ അത്തരം പ്രസ്ഥാനങ്ങളോട് മുഴുവൻ എതിർപ്പ് പറയുന്നു എന്ന് മാത്രമല്ല, ഇന്ന് സിറിയയിലെ ISIS-നെ വേട്ടയാടുകയാണ് അദ്ദേഹത്തിന്റെ മുഖ്യമായ കാര്യം. അദ്ദേഹം അത് പലതവണ തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായി അമേരിക്ക വലിയ ഒരു മിലിറ്ററി ബേസ്, ഓൾറെഡി മിലിറ്ററി ബേസ് സിറിയയിലുണ്ട്, പക്ഷേ അത് വളരെ എൻലാർജ്ഡ് ആയിട്ടുള്ള മിലിറ്ററി ബേസ് സിറിയയുടെ തലസ്ഥാനത്തോട് ചേർന്ന് തന്നെ ഉടനെ ആരംഭിക്കും എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നത് ഈ സിറിയയിൽ നിന്ന് ഇറാനെ ആക്രമിക്കാൻ വളരെ അടുത്താണ്. സിറിയയ്ക്കും ഇറാനും തമ്മിൽ ബോർഡർ ഇല്ലെങ്കിൽ പോലും സിറിയയുടെ ബോർഡറിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ അകലത്തിൽ മാത്രമാണ് ഇറാനുള്ളത്. അപ്പം കൂടാതെ ഇറാഖുമായിട്ട് ബോർഡറുണ്ട്. ഇറാഖും അമേരിക്കയുടെ നിയന്ത്രണത്തിൽ തന്നെ ഉള്ളതാണ്. പക്ഷെ സിറിയ കയ്യിൽ കിട്ടുന്നതോടെ ഇറാന് ഒരു തരത്തിലും ഇസ്രായേലിലേക്ക് ആക്സസ് ലഭിക്കുകയില്ല. നേരെ മറിച്ച് ഈ ഇറാനിലേക്കുള്ള ആക്സസ് വെസ്റ്റേൺ ഫോഴ്സസിന് അമേരിക്കയ്ക്കും ഇസ്രായേലിനും വളരെ ഈസിയായി വരികയും ചെയ്യും. അപ്പൊ ഈ അൽ-ജുലാനി അമേരിക്കൻ പക്ഷത്ത് ചേർന്നത്, അദ്ദേഹം അമേരിക്കൻ പക്ഷത്തേക്ക് പൂർണ്ണമായും ചേരുകയാണ്. അദ്ദേഹം നാറ്റോ സഖ്യത്തിൽ പെടുത്താൻ പറ്റുമോ എന്നൊക്കെ പോയിട്ടാണ് പോയി ചോദിക്കുന്നത്. അതിലേക്കൊന്നും സ്വാഭാവികമായിട്ടും അമേരിക്ക അടുപ്പിക്കാൻ സാധ്യതയില്ല. എങ്കിലും അമേരിക്കയുടെ പരിപൂർണ നിയന്ത്രണത്തിലുള്ള ഒരു സാറ്റലൈറ്റ് ഫോഴ്സായി വർക്ക് ചെയ്യത്തക്ക രീതിയിലാണ് അൽ-ജുലാനി ഇപ്പോൾ കരാറുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അതനുസരിച്ച് വെസ്റ്റേൺ ഇൻവെസ്റ്റ്മെന്റുകൾ തങ്ങളുടെ രാജ്യത്ത് വരണം എന്നുള്ള ഒറ്റ ഡിമാൻഡ് മാത്രമാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. മിലിറ്ററി പരമായി ഏത് തരത്തിലും ഇസ്രായേലിനെയോ അമേരിക്കയോ സഹായിക്കാൻ അവർ തയ്യാറാണ്. പകരമായി അവരുടെ രാജ്യത്ത് വെസ്റ്റേൺ ഇൻവെസ്റ്റ്മെന്റുകൾ വരണം, അവരുടെ രാജ്യത്ത് പട്ടിണി മാറണം. ആ ഒറ്റ ഡിമാൻഡ് അദ്ദേഹത്തിനുള്ളൂ. അപ്പോൾ അതാണ് അദ്ദേഹം അമേരിക്കയിൽ പോയിട്ട് ഡിമാൻഡ് ചെയ്യുന്നത്. ഇസ്രായേൽ അദ്ദേഹവുമായിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. നേരിട്ടുള്ള ചർച്ചകൾക്ക് ഇസ്രായേൽ വഴങ്ങിയിട്ടില്ല. മാത്രമല്ല, അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഹെസ്ബുള്ള ബിൽഡപ്പുകൾ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ISIS ബിൽഡപ്പുകൾ കണ്ടു കഴിഞ്ഞാൽ അൽ-ജുലാനിയോട് പറയാവുന്ന ഒരു മെനക്കെടാറില്ല. അവർ നേരെ കയറി അടിക്കുകയാണ് ചെയ്യുന്നത്. അവർ നേരെ കയറി ആക്രമിച്ചത് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ആ ഭരണകൂടത്തിന് ചൂണ്ടിക്കാണിച്ചത് നിങ്ങളിത് ശരിയാക്കുക എന്ന് പറയല്ല, അവർ നേരിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഒഫൻസീവ് ആയിട്ടൊരു സ്റ്റൈലിൽ തന്നെയാണ് ഇസ്രായേൽ ഇപ്പോഴും സിറിയയോട് നിൽക്കുന്നത്. പക്ഷെ സിറിയ അമേരിക്കൻ ഭാഗത്ത് ചേർന്ന് എങ്ങനെയെങ്കിലും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തരണം, ഞങ്ങളുടെ രാജ്യത്തിന് സോവറനിറ്റി ഉണ്ടാക്കി തരണം, ഞങ്ങളുടെ രാജ്യത്തിനുള്ളിലെ സംവിധാനങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം, ഇതൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ശരി, ഇറാനെതിരെ അമേരിക്കയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ടൂള് എന്ന് പറയുന്നത് ഈ സിറിയയാണ്. കാരണം ഇസ്രായേലിനുമായിട്ട് സിറിയയ്ക്ക് ബോർഡറുണ്ട്. ഇസ്രായേലിന് അതിലൂടെ കരസേനയെ പ്രവേശിപ്പിക്കാൻ സാധിക്കും. അമേരിക്ക ഓൾറെഡി മിലിറ്ററി ബേസുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു യുദ്ധം വരുന്ന സമയത്ത് ഇതൊക്കെ വളരെ ഡിസിസീവ് ആയിട്ടുള്ള സംഗതികളാണ്. കൂടാതെ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ലേസർ വെപ്പൺ പ്രോഗ്രാം അവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ കപ്പാസിറ്റി എന്താണെന്നുള്ളത് ഒരു റിയൽ വാറിൽ മാത്രമേ തിരിച്ചറിയാനാവൂ. എന്തായാലും ഈ ലേസർ വെപ്പൺസ് ഇസ്രായേലിന്റെ ആത്മവിശ്വാസത്തെ വളരെയേറെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് തിയറിയിൽ പറയുന്നതനുസരിച്ച് ആ സംഗതി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ 2000 പോയിട്ട് 20,000 മിസൈലുകൾ ഉണ്ടെങ്കിൽ ഒരു കാര്യവുമില്ല. ഒരു മിസൈല് പോലും ആകാശത്ത് നിന്ന് ഇസ്രായേലിന്റെ അടുത്തേക്ക് പോലും എത്താൻ സാധിക്കുന്നതിന് മുമ്പ് അത് താഴെ വീഴും. കാരണം മിസൈലിന് ഓട്ട വീഴും. ആ ഒരു സംവിധാനത്തിന്റെ ടെസ്റ്റ് ആയിരിക്കും മിക്കവാറും ഇനി ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചാൽ ഈ ലേസർ വെപ്പൺസ് എങ്ങനെയാണ് ഒരു യുദ്ധത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതായിരിക്കും മിക്കവാറും ലോകം പഠിക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഖമനയുടെ അവസാനത്തെ സ്വപ്നം എന്ന് അദ്ദേഹം വിചാരിക്കുന്ന ഈ സ്വപ്നം അദ്ദേഹത്തിന്റെ ഒടുക്കത്തെ സ്വപ്നമായി തീരാനാണ് സാധ്യതയെന്നും തോന്നുന്നു.